Hi friends, എല്ലാവർക്കും സുഖല്ലേ? എല്ലാവരും വിഷു ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചു എന്ന് കരുതുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയിലെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അവതരണം ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, അതുപോലെ യൂസ്ഫുൾ വീഡിയോസ് ആണ് ചെയ്യുന്നത് എന്നൊക്കെ. അതിന് എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു. നിങ്ങളുടെ ഈ വാക്കുകളാണ് നമ്മൾക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അത് പ്രചോദനം നൽകുന്നത്. അപ്പോൾ എല്ലാവരോടും നന്ദി പറയുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. ഇന്ന് നമ്മൾ ഒരു ഫേസ് പാക്ക് ആണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ്. നമ്മളുടെ കയ്യിൽ ഉണ്ടാവുന്ന രണ്ട് സാധനങ്ങളൊക്കെ വെച്ച് തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. കാരണം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആണ്. ഈ ഫേസ് പാക്ക് നിങ്ങൾക്ക് വീക്ക്ലി 3 ടൈംസ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് കൂടുതൽ കളർ കിട്ടാനും അതുപോലെ തന്നെ നമ്മളുടെ ക്ലിയർ സ്കിൻ ആവാനും ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട്സ്, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നല്ലൊരു തിളക്കം കിട്ടാനും നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ആദ്യം വേണ്ടുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് കോഫി പൗഡർ. ഞാൻ ഈ കോഫി പൗഡറാണ് ഇവിടെ എടുക്കുന്നത്. ബ്രൂവിൻ്റെ കോഫി പൗഡറാണ്. നിങ്ങൾ ഏത് കോഫി പൗഡറാണോ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നല്ല ക്വാളിറ്റിയുള്ള കോഫി പൗഡർ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതാണ്. പിന്നെ സെക്കൻഡ് വേണ്ടുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് റോസ് വാട്ടർ. ഞാനിവിടെ ഡാബറിൻ്റെ റോസ് വാട്ടറാണ് ഞാനിവിടെ എടുക്കുന്നത്. നിങ്ങൾ ഏത് റോസ് വാട്ടറാണോ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് മിക്സ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കോഫി പൗഡർ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇടുകയാണ്. ഇനിയും ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് റോസ് വാട്ടർ ആണ്. റോസ് വാട്ടർ ഇതുപോലെ തന്നെ 1 സ്പൂണിൽ റോസ് വാട്ടർ എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ 1 സ്പൂൺ റോസ് വാട്ടർ എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ഒരു കാര്യം പറയാണ്, നമ്മൾ ഏത് ഫേസ് പാക്ക് ചെയ്താലും അതിന് മുന്നേ ഒന്ന് ഫേസ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അപ്പോൾ ഫേസ് വാഷ് എല്ലാവരുടെ കയ്യിലും കാണും, അതൊക്കെ വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുക നന്നായിട്ട്. ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടും പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ടും ഫേസ് പാക്ക് ചെയ്യുമ്പോഴാണ് അതിൻ്റെതായ ഒരു എഫക്റ്റ് നമുക്ക് ആ ഒരു ഫേസ് പാക്ക് കൊണ്ട് നമുക്ക് നമ്മളുടെ ഫേസിൽ കിട്ടുക. ഞാൻ ഈ ഫേസ് പാക്ക് മാത്രം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെ കയ്യിലും ഫേസ് വാഷ് കാണും അല്ലേ? അത് വെച്ചിട്ട് എല്ലാവരും ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യും. അതുപോലെ തന്നെ ഫേസ് സ്ക്രബും എല്ലാവരുടെ കയ്യിലും കാണും. അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫേസ് സ്ക്രബ് ചെയ്യുക, എന്നിട്ടൊന്ന് സ്റ്റീം ചെയ്യുക, എന്നിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം നിങ്ങൾ ഏത് ഫേസ് പാക്ക് ഇടുമ്പോഴും ഇടാൻ വേണ്ടിയിട്ട്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡെയിലി ഫേസ് സ്റ്റീം ചെയ്യാമോന്ന്. ഈ ഡെയിലി ഫേസ് പാക്സ് നമുക്ക് ഇടാൻ പറ്റും. ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്സ് ഉണ്ട്. അതിടുമ്പം ഡെയിലി നിങ്ങൾ ഫേസ് പാക്ക് ഇടുന്നതിന് മുമ്പ് സ്റ്റീം ചെയ്യേണ്ട ആവശ്യമില്ല. ഡെയിലി ഫേസ് സ്റ്റീം ചെയ്യേണ്ട. 2 ഡേയ്സ് ഒക്കെ ഇരിക്കെ നിങ്ങൾക്ക് ഫേസ് സ്റ്റീം ചെയ്യാവുന്നതാണ്. അപ്പം ഇത് നമുക്ക് വീക്ക്ലി 3 ഡേയ്സ് ഇടാൻ പറ്റുന്ന ഫേസ് പാക്കാണ്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഫേസ് പാക്ക് ഇടുന്നതിന് മുന്നേ ഫേസ് സ്റ്റീം ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് കോഫി പൗഡർ വെച്ചിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് അത് വെച്ചിട്ട് തന്നെ ഒരു സ്ക്രബ് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. 1 സ്പൂൺ കോഫി പൗഡർ എടുക്കുക, എന്നിട്ട് 1/2 സ്പൂൺ ഷുഗർ എടുത്തിട്ട് അതിൽ മിക്സ് ഇടുക, എന്നിട്ട് കുറച്ച് പാലും കൂടി ഒഴിക്കുക. ഓയിലി സ്കിൻകാരാണെങ്കിൽ സ്റ്റീം ചെയ്ത മിൽക്ക് മാത്രമേ അതിൽ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്തവരാണെങ്കിൽ വേറെ സ്കിൻ ടൈപ്പ് ഉള്ളവരാണെങ്കിൽ റോ മിൽക്ക് നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്കത് സ്ക്രബായിട്ട് യൂസ് ചെയ്യാം. എന്നിട്ട് സ്റ്റീം ചെയ്യുക, നിങ്ങൾക്ക് ഫേസ് പാക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഈ കോഫി ഫേഷ്യൽ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിച്ചു തരണം, വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാനത് വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഈ ഫേസ് പാക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് കുറച്ച് ഇങ്ങനെ കൈ കൊണ്ടെടുത്തിട്ട് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ കണ്ണിൻ്റെ ഈ ഭാഗം വരെ നിങ്ങൾ ഇത് ഇട്ടാൽ മതി. പിന്നെ അതിൻ്റെ മുകളിലോട്ട് ഇടണ്ട.
കണ്ടോ, ഇതേപോലെ ഇവിടം വരെ ഇട്ടാൽ മതി. അതിൻ്റെ മുകളിലേക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യേണ്ട. ഇതുപോലെ നോസിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഫേസ് പാക്ക് നമ്മളുടെ കോഫി പൗഡർ, നമ്മളുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാൻ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സും മാറി നമ്മളുടെ സ്കിൻ നല്ല ഗ്ലാസ് സ്കിന്നായിട്ട്, നല്ല ക്ലിയർ സ്കിന്നായിട്ട് മാറുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്യാം. ഇത് പെട്ടെന്ന് തന്നെ നമ്മളുടെ ഫേസിൽ ഉണങ്ങി കിട്ടും. ചെറിയൊരു വലിച്ചിൽ നമുക്കിത് ഫീൽ ചെയ്യുന്നതാണ്. ഒരു 15 മിനിറ്റ്സ് വേണ്ട, അതിന് മുന്നേ തന്നെ ഇത് നന്നായിട്ട് നമ്മളുടെ ഫേസിൽ ഉണങ്ങി കിട്ടും. അപ്പം ഞാൻ ദാ ഫേസ് ഫുള്ള് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ല കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇതിൽ ചേർത്തേക്കുന്ന അളവുണ്ടല്ലോ, അത് നമ്മളുടെ ഫേസ് ഫുള്ള് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ ഉള്ള ആ ഒരു അളവാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ഞാൻ കവർ ചെയ്യുന്ന രീതിയിൽ ഇട്ടിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ്സ് കൊണ്ടൊക്കെ നന്നായിട്ട് ഉണങ്ങി. ഇപ്പം തന്നെ അത് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. നല്ല ക്ലിയർ ആവും, ഡാർക്ക് സ്പോട്ട്സ് മാറും, വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ മാറി നമ്മളുടെ സ്കിൻ നല്ല ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഫങ്ഷൻസിനൊക്കെ പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് ഇട്ടാൽ നല്ലൊരു ഗ്ലോ, മേക്കപ്പ് ഒക്കെ ഇടുമ്പോൾ നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒരു 15 മിനിറ്റ്സിനുള്ളിൽ ഇത് ഉണങ്ങി കിട്ടും. അപ്പോൾ ഇത് ഉണങ്ങി കിട്ടുമ്പോൾ ഞാൻ വരാം. അപ്പം ഞാൻ വന്നു. ഒരു 10 മിനിറ്റ്സ് മാത്രമേ എടുത്തുള്ളൂ ഇത് നന്നായിട്ട് ഉണങ്ങി പിടിക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു വലിച്ചിൽ ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റുള്ള ഫേസ് പാക്ക് ഒക്കെ നമ്മൾ ഇടുന്ന സമയത്ത് 20 മിനിറ്റ്സ് എങ്കിലും വേണം നന്നായിട്ട് ഉണങ്ങി പിടിക്കാൻ. പക്ഷേ ഇത് നന്നായിട്ട് ഉണങ്ങി പിടിച്ചു, നല്ലൊരു വലിച്ചിലും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഇതിലേക്ക് റോസ് വാട്ടർ അല്ലേ മിക്സ് ചെയ്തത്. അപ്പോൾ റോസ് വാട്ടർ തന്നെ നമ്മൾ കുറച്ച് ഇതുപോലെ കയ്യിലെടുക്കുക. കയ്യിലെടുത്തിട്ട് 2 സൈഡ് ഇതേപോലെ നന്നായിട്ട് ഇതുപോലെ പുരട്ടി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മസാജ് ചെയ്യാം. ഇതുപോലെ നന്നായിട്ട് മസാജ് ചെയ്യുക. ഇനിയും നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിത് വാഷ് ചെയ്തതിന് ശേഷം വരാം. അപ്പം ഞാൻ ഫേസ് ഇതാ നന്നായിട്ട് വാഷ് ചെയ്തു. നല്ലൊരു സുഖം തോന്നുന്നുണ്ട് ഫേസിൽ തൊടുമ്പം. നോസിൻ്റെ ഭാഗത്തൊക്കെ തൊടുമ്പം വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒന്നുമില്ല, ആ ഒരു ഫീല് നമുക്ക് കിട്ടും. അപ്പം ഞാൻ നേരത്തെ തന്നെ ഈ പാക്ക് യൂസ് ചെയ്ത് ഞാൻ എൻ്റെ റിസൾട്ട് ഞാൻ കണ്ടറിഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പിന്നീട് ഞാൻ അന്ന് യൂസ് ചെയ്തിട്ട് ഞാൻ ഇന്നിപ്പോൾ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ റിസൾട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീക്ക്ലി 3 ഡേയ്സ് വെച്ച് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നതാണ്. ഫേസ് നല്ല ക്ലിയർ ആവുന്നതാണ്, നിങ്ങളുടെ സ്കിന്ന് നല്ലൊരു വൈറ്റ് കളറും കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ട് എല്ലാവരും ഇനിയും തരണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ ഇനിയും കാണാം. ബൈ.